വാർത്തകൾ വായിക്കുന്നത് അമൻ VP. ഗസയിൽ വീണ്ടും ആക്രമണം, 27 മരണം. ചൊവ്വാഴ്ച 413 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ ആക്രമണം. 284 ദിവസത്തെ ബഹിരാകാശവാസത്തിനു ശേഷം സുനിത വില്യംസിനും സംഘത്തിനും സുരക്ഷിത ലാൻഡിംഗ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന് ഇനി 2 നാൾ. 10 ടീമിലും 9ലും നായകർ ഇന്ത്യക്കാർ. MTQ വാർത്തകൾ വായിക്കുന്നത് അംന നസറൻ. MTQ ക്യാമ്പസ് മസ്ജിദ് സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ ശ്രദ്ധേയമായി. അമുസ്ലിം സഹോദരങ്ങളടക്കം 500-ലധികം പേർ പങ്കെടുത്തു. 5-7 ക്ലാസുകളുടെ മദ്രസ പൊതുപരീക്ഷയുടെ മോഡൽ എക്സാം ഇന്ന് അവസാനിച്ചു. ഹിഫ്ള് ടോപ്പേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഹൽക്ക 1 മുഹമ്മദ് യാസീൻ, ഹൽക്ക 2 റസൻ ഫുവാദ്, ഹൽക്ക 3 മുഹമ്മദ് റാസിൻ PP, ഹൽക്ക 4 മിഷൽ അബ്ദുൽ ഖാദർ, ഹൽക്ക 5 ലസിൻ ജിയാദ്, ഹൽക്ക 6 മുഹമ്മദ് റയ്യാൻ, ഹൽക്ക 7 അമാന ബിൻത് താഹ, ഹൽക്ക 8 റജ ബിൻത് നവാസ്, ഹൽക്ക 9 സജ്വ മുനീർ, ഹൽക്ക 10 അജീല ഫഹ്മി എന്നിവർ ഓരോ ഹൽക്കയിലും മികച്ചു നിന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കേൾക്കുന്നു. ശുഭദിനം. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, MTQ FM റേഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാൻ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കൂടുതൽ ഇബാദത്തുകളുമായി വിശ്വാസികൾ കഠിന പരിശ്രമത്തിലാണ്. ഈ റമളാൻ കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ട ഗുണം എന്താണ്? നമ്മോട് സംസാരിക്കുന്നത് ഹാഫിൽ അൽതാഫ് ഉസ്താദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്, അമ്മാ ബഅദ്. فقال الله سبحانه وتعالى في محكم تنزيل: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. പരിശുദ്ധമായ റമളാൻ മാസം, ഈ റമളാൻ വിശുദ്ധമായ ഖുർആനിന്റെ മാസമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ധാരാളം ഗുണങ്ങളെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞ മഹത്തായ നന്മയുള്ള ലോക സമാധാനത്തിന് വേണ്ടിയുള്ള ഒരുപാട് നന്മകൾ. അതിൽ ക്ഷമയുണ്ട്, പരസ്പരമുള്ള സഹായമുണ്ട്, ഉപദേശം ആവശ്യമായവർക്ക് ഉപദേശം നൽകലുണ്ട്, തിന്മകൾ ഉപേക്ഷിക്കലുണ്ട്, നന്മകൾ പ്രവർത്തിക്കുന്നതിന്റെ പ്രതിഫലങ്ങളുണ്ട്. ഇത്തരത്തിൽ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ പ്രധാനമായ ഒന്നാണ് തഖ്വ, അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിനെ സൂക്ഷ്മതയോട് കൂടിയുള്ള ജീവിതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തഖ്വയോട് കൂടിയുള്ള ജീവിതം നമുക്ക് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ മനസ്സിലാക്കി തരുന്നുണ്ട്. എങ്ങനെയാണത്? അല്ലാഹു പറയുന്നു: അലിഫ് ലാം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ദാലികൽ കിതാബ്, ഇത് അല്ലാഹുവിൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാണ്. ലാ റൈബ ഫീഹി, അതിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോട് ചേർത്ത് പറയുന്ന ഗുണം ഹുദൻ ലിൽ മുത്തഖീൻ, ഇത് അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക്, സൂക്ഷ്മതയുള്ളവർക്ക് മാർഗദർശനമാണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫ്. തഖ്വയുള്ളവർക്ക് മാർഗദർശനമാണ് ഈ ഖുർആൻ ഷരീഫ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ കൂടെ പറയുന്നു: യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നോമ്പിന്റെ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അതേ തഖ്വയെ തന്നെയാണ് അല്ലാഹു ചേർത്ത് പറയുന്നത്. അല്ലാഹു പറയുന്നു: യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനോട് ചേർത്ത് പറയുന്നു, എന്തിനാണ്? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത ഉള്ളവരായി തീരുന്നതിന് വേണ്ടി. നോമ്പുമായി ബന്ധപ്പെട്ട സ്ഥലത്തും അല്ലാഹു തഖ്വയെ ചേർത്ത് പറയുന്നു. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ നോമ്പിൽ, ഈ റമളാൻ മാസത്തിൽ
തഖ്വയ്ക്കുള്ള പ്രാധാന്യം എന്താണെന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് തഖ്വയിലേക്ക്, അള്ളാഹുവിനുമായുള്ള സൂക്ഷ്മതയിലേക്ക് എത്തിച്ചേരാൻ ഈ പരിശുദ്ധമായ റമദാൻ അങ്ങേയറ്റം ഗുണകരമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പൊതുവെ സാധാരണ നിലയിൽ ആളുകൾ പറയാറുണ്ട് നോമ്പുമായി ബന്ധപ്പെട്ട ഒരു ഗുണം ക്ഷമ, അത് നോമ്പുമായി ബന്ധപ്പെട്ട ഒരു ഗുണമാണെന്ന് പറയാറുണ്ട്. വിശപ്പിനെ നമ്മൾ ക്ഷമിക്കുന്നു. മറ്റു മാസങ്ങളിൽ അനുവദനീയമായ പല കാര്യങ്ങളും ഈ മാസത്തിൽ നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതായിട്ട് അള്ളാഹു പറയുന്നു. അത് നമ്മൾ അപ്രകാരം ചെയ്യുകയും ചെയ്യുന്നു. എന്നിരുന്നാൽ തന്നെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതലായിട്ട് ഖുർആനിൽ ബന്ധപ്പെടുത്തി പറയുന്നത് തഖ്വയാണ്. കൂടുതൽ എടുത്തു പറയുന്നതും തഖ്വയെ കുറിച്ചാണ്. അത് മനസ്സിലാക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. തഖ്വ എന്താണ്, ഒരു മനുഷ്യനിൽ, ഒരു വ്യക്തിയിൽ തഖ്വ ഉണ്ടോ ഇല്ലയോ, ഇത് അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു മുത്തഖിയായ മനുഷ്യൻ ആരാണെന്ന് അള്ളാഹുവിന് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അത് ഹൃദയത്തിന്റെ ഉള്ളിലാണ് അള്ളാഹുവിനോടുള്ള ഭയവും സൂക്ഷ്മതയും ഉണ്ടാകുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അത്തഖ്വ ഹാ ഹുന, തഖ്വ അത് ഇവിടെയാണ്, തഖ്വ ഇവിടെയാണ് എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വയുഷീറു ഇലാ സദ്രിഹി സലാസ മർറാത്തിൻ, പ്രവാചകന്റെ ഹൃദയത്തിലേക്ക് കൈ ചൂണ്ടി 3 പ്രാവശ്യം കാണിച്ചു, ഇവിടെയാണ് തഖ്വ. അതായത് ഉള്ളിലാണ് തഖ്വ. അത് മറ്റൊരാൾക്കും അറിയാൻ സാധിക്കുകയില്ല, അത് അള്ളാഹുവിന് മാത്രം അറിയാൻ സാധിക്കുന്ന ഒന്നാണ്. ഈ ഗുണം നോമ്പിലൂടെ ഉണ്ടാകണം. ഇത് നമുക്ക് റമദാനിലൂടെ കരസ്ഥമാക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ശരിയായ നിലയിലുള്ള നമ്മുടെ റമദാൻ പൂർത്തീകരണം നമ്മുടെ അവസാനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമുക്ക് തഖ്വ ഉണ്ടായിട്ടുണ്ടോ, അള്ളാഹുമായിട്ടുള്ള ഭയം ഉണ്ടായിട്ടുണ്ടോ, സൂക്ഷ്മത ഉണ്ടായിട്ടുണ്ടോ? ഈ വിഷയത്തിൽ നാം നല്ലവണ്ണം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഉടനീളം അവനെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട്, അവൻ കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട്, അവൻ നിരോധിച്ച കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പരിപൂർണമായും ഒഴിവാക്കിക്കൊണ്ട് ശിഷ്ടജീവിതം മുമ്പോട്ട് നീക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ ജീവിതത്തിലും സൂക്ഷ്മത പാലിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി മനോഹരമായ ഒരു പാട്ട് കേൾക്കാം. പാടുന്നത് 7ാം ക്ലാസ് വിദ്യാർത്ഥിനി റസാൻ ഫാത്തിമ. رقت عيناي شوقا ولطيبة ذرفت عشقا فأتيت إلى حبيبي فاهدأ يا قلب ورزقا صل على محمد السلام عليك يا رسول الله السلام عليك حبيبي يا نبي الله السلام عليك يا رسول الله السلام عليك حبيبي يا نبي الله. ശ്രോതാക്കളുടെ ഇസ്ലാമിക് സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഹാഫിൽ സമീർ റഹ്മാൻ. ഏവർക്കും MTQ-FM റേഡിയോയുടെ ഇസ്ലാമിക സംശയ നിവാരണത്തിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് സംശയം നിവാരണം ചെയ്യുന്നത് MTQന്റെ പ്രിൻസിപ്പൽ ഹാഫിൽ സമീർ റഹ്മാൻ അവർകളാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ പരിശുദ്ധ റമദാനിലാണല്ലോ നമ്മളുള്ളത്. അതെ, ഈ പരിശുദ്ധ റമദാനിൽ അവസാനത്തെ 10 ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുൽ ഖദർ എന്ന മഹത്തായ ദിനത്തെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. ഈ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് 1000 മാസത്തേക്കാൾ ഉത്തമം എന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്? അതെ, അങ്ങനെ തന്നെയാണ്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. ആ ഒരു രാത്രിയുടെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ അന്ന് മുസ്ലിമീങ്ങൾ ധാരാളം സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത്? അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ ഈയിടെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരാൾ പറയുന്നതായി കേട്ടു, ലൈലത്തുൽ ഖദർ എന്നത് ഖുർആൻ ഇറങ്ങിയ ആ ദിവസത്തോടെ കഴിഞ്ഞു, ഇനി അതിനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പുണ്യമോ മറ്റോ ഒന്നുമില്ല എന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് ഇസ്ലാമികമല്ല എന്നുമൊക്കെയാണ് അയാൾ പറയുന്നത്. ഇതിന്റെ ഒരു നിജസ്ഥിതി എന്താണ്? അത് വേറെയും 1-2 ആളുകൾ പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നമ്മള് യഥാർത്ഥത്തിൽ ലൈലത്തുൽ ഖദർ അതിന് പ്രത്യേകിച്ച് ഒരു പദവി ഒന്നുമില്ല. അതേപ്രകാരം തന്നെ നോമ്പിനെ സംബന്ധിച്ചും ഇപ്പൊ നോമ്പ് ഒരു മാസം തുടർച്ചയായിട്ട് നോക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ മേൽ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല.
എന്നൊക്കെ വാദിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളെ കുറിച്ച് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ വിശുദ്ധ ഖുർആൻ സ്വീകരിക്കുകയും എന്നാൽ ഹദീസുകളെ പാടെ നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്നതാണ്. ഇപ്പൊ ഹദീസുകളെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ജൽപ്പിക്കാൻ, അത് ആ കാര്യങ്ങളൊക്കെ നിഷേധിക്കാനും എല്ലാം വളരെ എളുപ്പമാണ്. കാരണം പ്രവാചകന്റെ ജീവിത ചര്യകൾ എന്ന് പറയുന്നത് അത് ഹദീസുകളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതങ്ങോട്ട് നിഷേധിച്ചു കഴിഞ്ഞാലോ പിന്നെ ഇതിൽ പ്രവാചകന്റെ മാതൃകയില്ല, പ്രവാചകൻ അത് ചെയ്തിട്ടില്ല, അതൊന്നും ഇസ്ലാമികമല്ല എന്നൊക്കെ കണ്ണടച്ച് പറയാനും നിഷേധിക്കാനും വളരെ എളുപ്പമാണ്. തീർച്ചയായും ഉസ്താദ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ മറ്റു വീഡിയോകളിൽ ഇതുപോലുള്ള വാക്കുകൾ, അതായത് ഹദീസുകളെ പാടെ നിഷേധിച്ച് കളയുന്ന ബുഖാരി ഇമാമുമാരെ പറ്റേ നിഷേധിക്കുന്ന, അവഗണിക്കുന്ന ഒരു പ്രവണത അദ്ദേഹത്തിന്റെ വീഡിയോയിൽ കാണാറുണ്ട്. അത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഇതിന്റെ ഏകദേശം ഒരു നിജസ്ഥിതി പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. യഥാർത്ഥത്തില് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാത്രിയെ സംബന്ധിച്ച് മാത്രമല്ലല്ലോ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, ആ മാസത്തെ സംബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടില്ല. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അപ്പൊ നമ്മളെ ഒരു മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്തുകളെയൊക്കെ തന്നെ പ്രവാചകൻ എങ്ങനെയാണ് നമുക്ക് അതനുസരിച്ച് ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നത്, മാതൃകയായിട്ട് കാണിച്ചു തന്നത്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഹദീസുകളിലൂടെയാണ്. വേറൊരു മാർഗവും ആ വിഷയത്തിലില്ല. അതാകട്ടെ അതനുസരിച്ച് പ്രവാചകൻ ആ മാസം നോമ്പ് നോറ്റു, അത് ഇപ്രകാരമായിരുന്നു, ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെയാണ് നോമ്പ് അനുഷ്ഠിച്ചത്, അത്താഴം കഴിച്ചത് എങ്ങനെയാണ്, അതേപോലെ തന്നെ നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള പ്രവാചകന്റെ മാതൃക, ഇതൊക്കെ മുസ്ലിം സമുദായം ഒരു ഇത്തിബാ ചെയ്ത് അങ്ങനെ തന്നെ അത് അനുഷ്ഠിക്കുന്നത് ആ പ്രവാചകന്റെ ചര്യകൾ ഹദീസുകളിലൂടെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ലൈലത്തുൽ ഖദറിന്റെ കാര്യമായാലും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്, നമുക്ക് ആ ദിനത്തെ ആ പുണ്യരാത്രിയിൽ ചെയ്യേണ്ട അമലുകളെ കുറിച്ച്, അതിന്റെ പ്രതിഫലങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഹദീസുകളിലൂടെയാണ്. അത് നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വേറൊരു കാര്യം അവർ ചെയ്യേണ്ടത്, ഇപ്പൊ നിഷേധിക്കാൻ എളുപ്പമാണ്. കാരണം ഹദീസിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ ആ കാര്യം അവർക്ക് നിഷേധിക്കാം. അതേ സ്ഥാനത്ത് അത് ഇല്ല എന്ന്, അങ്ങനെ ഒരു ചര്യയില്ല, അത് പ്രവാചകന്റെ മാതൃകയില്ല എന്ന് അവർ പറയുന്നത് ഏതടിസ്ഥാനത്തിലാണ്? അതിനും തെളിവ് വേണമല്ലോ. ഹദീസുകൾ നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് പറയാനും ഈ ഹദീസുകളെയോ മറ്റെയാണോ അവർ അവലംബിക്കുന്നത്. അപ്പൊ ആ കാര്യമൊക്കെ നമ്മൾ ശരിക്കും അവർ തെളിവ് സഹിതം പറയണം. പക്ഷെ തെളിവ് എവിടുന്നാ കിട്ടുക? ഖുർആൻ മാത്രം മതി, ഹദീസ് വേണ്ട, അത് സ്വീകാര്യമല്ല എന്ന് പറയുന്ന ആളുകൾക്ക് പിന്നെ എങ്ങനെയാണ് തെളിവ് നൽകാൻ സാധിക്കുക? ഈ ജൽപ്പനങ്ങളല്ലാതെ. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഏതായാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 1000 മാസത്തേക്കാൾ ഉത്തമമാണ് അല്ലെ? അതായത് അള്ളാഹുവിന്റെ വചനം അത് നമുക്ക് പിന്നെ നമ്മൾ വളരെ ആദരപൂർവം ഭയഭക്തിയോടുകൂടി അത് ഓതുന്നത് പോലെ, ഉച്ചരിക്കുന്നത് പോലെ തന്നെയാണ് അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ. പ്രവാചകന്റെ ഹദീസുകളിലൂടെയാണ് നമ്മൾ അത് സ്വീകരിക്കുന്നത്. ഒരു മനുഷ്യന് 80 വർഷത്തിലധികം ഇബാദത്ത് എടുക്കുന്നതിന്റെ പുണ്യം അല്ലെ? 1000 മാസം എന്ന് പറയുമ്പോൾ 82 വർഷത്തോളം ഒരു മനുഷ്യൻ പിന്നെ ഇബാദത്ത് എടുക്കുന്നത് ഒരു രാത്രി കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നുള്ളത്. അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. ഉസ്താദ് പറഞ്ഞതുപോലെ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത് ഖുർആൻ ഇറങ്ങിയ ആ ഒരു വർഷത്തിൽ, ആ ഒരു മാസത്തിൽ മാത്രമല്ല, തുടർന്ന് ഇപ്പോഴും നമ്മളത് പ്രതീക്ഷിച്ചുകൊണ്ടേ ഒറ്റയായ രാവിനെ പ്രതീക്ഷിക്കണം. നമുക്ക് തെളിവ് ഹദീസുകൾ തന്നെയാണ്, തീർച്ചയായിട്ടും, അതിന്റെ അപ്പുറം ഒന്നുമില്ല. അത് നോമ്പിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഖുർആന്റെ ആ വചനങ്ങൾ അനുസരിച്ച് അയ്യാമ മഅദൂദാത്തി, എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അതിനെ ദിവസങ്ങൾ എങ്ങനെയും ഒന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇത്തരം ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തുകൾ ചെയ്യാനുള്ള മടിയോ എന്തോ അവരുടെ ഈമാനികമായ അതുപോലെ അള്ളാഹുവിനെ അറിയുള്ളൂ. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ജൽപ്പനങ്ങളൊന്നും ഒരു വിശ്വാസിക്ക് ഒരു അവരുടെ ഈമാനിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന് പരിക്കേൽപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് ശ്രോതാക്കളുടെ സംശയങ്ങൾ ദൂരീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ സംശയ നിവാരണമായി അടുത്ത ആഴ്ചയിൽ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താൻ വായിച്ച ഒരു പുസ്തകത്തെ സീനിയർ വിദ്യാർത്ഥിനി ധ്യാന സൈനബ് ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുന്നു. ആകാശവും ബഹിരാകാശവും ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകം. സുനിത വില്യംസിനെ പോലെയുള്ളവർ
വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മനുഷ്യനെ എന്നും വിസ്മയിപ്പിച്ച ആകാശത്തെയും അതിലെ അത്ഭുതങ്ങളെയും പഠനവിധേയമാക്കി തയ്യാറാക്കിയ ഒരു മലയാള പുസ്തകത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഞാൻ. ദാവ ബുക്സ് 2009 പ്രസിദ്ധീകരിച്ച ആകാശം അത്ഭുതം എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ഇസ്ലാമിക പണ്ഡിതൻ MM അക്ബറാണ്. പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സകല പ്രതിഭാസങ്ങളും സൃഷ്ടാവിന്റെ അസ്തിത്വം വിളിച്ചോതുന്നവയാണ്. ആകാശഭൂമികളെ കുറിച്ച് പഠിക്കുന്നവർ അള്ളാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ചു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സൃഷ്ടാവിന്റെ അസ്തിത്വത്തെയും സൂക്ഷ്മതയെയും ദൈവിക ഗ്രന്ഥത്തിന്റെ അജയ്യതയെയും പറ്റിയുള്ള പുതിയ അറിവുകളാണ് ഗോളശാസ്ത്ര ഗവേഷണങ്ങൾ നൽകുന്നതെന്ന് വാസ്തവം വ്യക്തമാകുന്ന രചന. പ്രപഞ്ച പാഠരംഗത്തെ ഏറ്റവും പുതിയ ഗവേഷണങ്ങൾ വരെ ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു. എല്ലാവരും ഈ പുസ്തകം ഒരു തവണയെങ്കിലും വായിച്ചിരിക്കണം. അസ്സലാമു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കേൾക്കാം. Stay tuned on MTQ FM Radio. Goodbye.